നിങ്ങൾ എന്ത് കളിയാ കളിക്കുന്ന മനുഷ്യ? അങ്ങോട്ട് മറിഞ്ഞടിച്ച് വീണ്ടാച്ച് കുറച്ച് പിടിച്ചാണ്. അങ്ങനെ വീഴൊന്നുമില്ല. അങ്ങനെ വീഴൊന്നുമില്ല, വീണാലും അറിയാം. ഞാനേ ഒരു സെൽഫി എടുത്തായിരുന്നു. എന്തിന്? ഇന്ന് ഫാദേഴ്സ് ഡേ അല്ലേ? ഫാദേഴ്സ് ഡേ എന്താ? അച്ഛന്റെ ദിവസം. അച്ഛൻ അങ്ങനെ ഒരു ദിവസം ഉണ്ട്. അങ്ങനെ ഫാദേഴ്സ് ഡേ ഇപ്പം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോ ദിവസമാണല്ലോ അല്ലേ? മക്കൾക്ക് തയ്ച്ചു കൊടുക്കാം. അവര് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് പരുത്തത് തന്നെ അല്ലേ? ഈ എന്റെ അച്ഛനെ കണ്ടിട്ട് എത്ര കാലമായി? അച്ഛനെ കുറച്ച് കാലമായി. ഞാനൊന്നും വീട്ടിൽ പോയില്ലല്ലോ. നിങ്ങൾ തമ്മിൽ കമ്പനി ഒന്നും ഇല്ലല്ലോ അല്ലേ? അതാ അന്നത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ആയിപ്പോയി. അത് നോക്കണ്ട. എന്നിട്ട് ഈ ഫോട്ടോ ഇടുമ്പോ ഫാദേഴ്സ് ഡേ നടന്നിരിക്കും. എന്റെ മക്കള് അവരെ ഫാദർ ഞാനല്ലോ. അവരാഘോഷിക്കും. അവര് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട്. എത്ര മക്കളാ? രണ്ടാളല്ലേ? എത്ര വയസ്സായി? മോളിപ്പോ ഡിഗ്രിക്ക് പഠിക്കണേ. ആണല്ലേ? കുറച്ച് കഴിഞ്ഞാൽ ഓടി ഇട്ടോളൂ ഫാദേഴ്സ് ഡേ നടന്നിട്ട് എന്നെ തിരിഞ്ഞു നോക്കാണ്ട്. അങ്ങനെയാണല്ലോ കേട്ടോ. ഈ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാം എന്താ കേട്ടോ, അതിലൊക്കെ വന്നുകാണ്ട് ഇവർ ഭാര്യ ഭർത്താക്കന്മാരെ കെട്ടിപ്പിടിച്ച് സ്നേഹം കാണിക്കുന്നു. എൻ്റെ പാതി അതെന്താ കേക്കിൻ്റെ കഷ്ണ സ്നേഹം എൻ്റെ പാതി ഇത്ര വർഷമായി എന്നോടൊപ്പം എൻ്റെ സുഖത്തിലും ദുഃഖത്തിലും എന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ടൊരു ഫോട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഫാദേഴ്സ് ഡേ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ ഉപ്പ ഞങ്ങളെ പോറ്റി വളർത്തി വലുതാക്കിയ എന്ന് പറഞ്ഞു കണ്ടു. എല്ലാവരും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ആ സോഷ്യൽ മീഡിയയിൽ ആ സമയത്ത് ഒരു സെക്കൻഡ് നേരത്തേക്ക് ഫോട്ടോ ഇടുമ്പോൾ മാത്രമല്ല സ്നേഹമല്ലേ കാണിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് വാപ്പ എവിടെയാ ഉമ്മ എവിടെയാ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ? ഫോട്ടോ മാത്രമേ കാണുള്ളൂ. ഫോട്ടോ മാത്രമേ കാണുള്ളൂ. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന സ്നേഹമല്ലേ സ്നേഹം. മക്കളൊക്കെ എന്ന് പറഞ്ഞാല് വരുമ്പോ രക്ഷിതാക്കള് വൃദ്ധസ്ഥാനത്തിലാക്കുന്ന അല്ല, അത് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മനും ബാപ്പനും കൊണ്ടുവരും. വൃദ്ധസാധനത്തിരുന്ന് ആ മദേഴ്സ് ഡേന്റെ അന്ന് നിങ്ങൾ വിളിച്ചുകൂട്ടി കൊണ്ടുവരും. കൂട്ടി കൊണ്ടുവരും. രണ്ടാളും തോളിൽ കയറ്റി കണ്ട് എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ ഞങ്ങളെ എന്നും ഞങ്ങളെ പഠിച്ചോന്ന് പറഞ്ഞിട്ട് വലിയൊരു ഫോട്ടോ. ആ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ വയ്ക്കാം പിന്നെയും വൃദ്ധസാധനത്തിലേക്ക് അങ്ങോട്ട് വിടും. പോയിക്കോളിട്ടോ, ഞാൻ പിന്നെ വരാം. ഇതല്ല നിങ്ങളെ പരിപാടി. അങ്ങനത്തെ ചെയ്യുന്ന ആളുകളുണ്ട്. ഭാര്യനെ സ്നേഹിച്ചിട്ട് പത്രത്തിൽ എല്ലാ സോഷ്യൽ മീഡിയയിൽ ഇട്ടുങ്ങാണ്ട് പൊരിഞ്ഞ വൈകുന്നേരം ഈ സോഷ്യൽ മീഡിയയിൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം അവിടെ പോയി പോയിക്കൊണ്ട് കള്ളുടിച്ച് പുള്ളി ഓളെ പുറത്ത് ബാൻഡടിയാ. എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ എന്താ ഓരോ സ്നേഹം പ്രകടിപ്പിക്കല്. ഇത് മാത്രല്ല, ഗർഭിണികൾ ഓരോ മാസം ഫോട്ടോ എടുക്കുന്ന ആളുകളുണ്ട്. ഗർഭിണിക്ക് ആ മാഞ്ഞാലം കാണുമ്പോഴാണ് 2 തല ഉണ്ട്. എൻ്റെ തല ഒന്ന് അടിക്കാൻ പൊട്ടിച്ചാളും. പെണ്ണുങ്ങൾ പള്ളയിലുണ്ടെങ്കിൽ ആ പള്ളയ്ക്ക് ഉമ്മ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കണം. അല്ലല്ലോ, എന്തൊക്കെ കാണണം. ഇതൊക്കെ ഒരു ഇതാണോ? എന്ത് ന്യൂജനുള്ളൂ. ആ പെൺകുട്ടി പ്രസവിച്ചിട്ട് നമ്മളൊക്കെ 10 മാസം വരെ പ്രാർത്ഥിക്കുക, പഠിച്ചോ നല്ല സുഖപ്രസവം ആവണേ, അതാവട്ടെ ഇതാവട്ടെ. ഇത് പ്രസവിച്ച് ഇങ്ങനെക്കാട്ട് മുന്നേ ഒരു പള്ളയ്ക്ക് ഉമ്മച്ചും കണ്ട് ഇങ്ങനെ നിൽക്കണ ഫോട്ടോ വെച്ച് എന്തൊക്കെ മാഞ്ഞാലങ്ങളാണ്ടോ. ഇനി എന്തൊക്കെ കാണാൻ കിടക്കണ്. ഇപ്പം പറഞ്ഞാൽ തന്നെ പഴയ മാതിരി പോറിലൊക്കെ പ്രസവം മുറിയിൽ ഭർത്താക്കന്മാർ അതൊക്കെ നല്ല കാര്യമാണ്. നമ്മൾ അതിനെ എതിർക്കില്ല കേട്ടോ. ഒരു കണക്കിന് സത്യത്തിൽ ഒരു പെണ്ണിൻ്റെ വേദന അറിയണം. ഓള് എങ്ങനെയാണ് പ്രസവിക്കുന്നത്, ഓള് പ്രസവത്തിലൂടെ എത്രത്തെ വേദന അറിയണ്ടെന്ന് ഒരു ഭർത്താവ് അറിയണം. എന്നാലാണ് ആ പെണ്ണിൻ്റെ പെണ്ണാണെന്ന് മനസ്സിലാവുള്ളൂ. ഇത് പെണ്ണ് ആണോ പെണ്ണോ? ആണാണ്. പെണ്ണ അല്ലേ? പ്രസവം എങ്ങനെ സിസേറിയൻ ചെയ്യുന്നു. സുഖപ്രസവന് കഴിഞ്ഞ് ഭർത്താവിന് കഴിഞ്ഞ് ഓന് മുട്ടായി അലിയും വിതരണം ചെയ്താൽ ഓൻ്റെ പണി കഴിഞ്ഞ്. പിന്നെ നമ്മൾ പറയുന്നത് ഈ സ്നേഹം ഉപ്പേനോടും ഉമ്മേനോടൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര സംഭവങ്ങളായിട്ട് കാണിക്കുമല്ലോ സ്നേഹപ്രകടനം. ഈ സ്നേഹപ്രകടനം എന്ന് പറഞ്ഞാലേ സോഷ്യൽ മീഡിയയിലിട്ട് ജനങ്ങളെ അറിയിക്കലല്ല സ്നേഹം. ഒരു നേരെങ്കിലും സ്വന്തം ഉമ്മേനും ഉപ്പേനും പോയി കണ്ടിട്ട് ഓരോട് കാണിക്കുന്ന നേരിട്ടുള്ള സ്നേഹപ്രകടനാണോ സ്നേഹപ്രകടനം? ഇതാണ്ടാ നമ്മുടെ പോക്കർക്ക മൂപ്പര് വരുന്നുണ്ട്, പലതും പറയുന്നുണ്ട്, കണ്ടതും കേട്ടതും വിളമ്പുന്നുണ്ട്. ഇതാണ്ടാ നമ്മുടെ പോക്കർക്കാന്റെ പൊല്ലാപ്പ് സീസൺ 3. ഈ പരിപാടിയില്ലേ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മെൽത്താൻ സ്പൈസസ് വീട്ടിലെത്തും. ഒരു കുടിൽ വ്യവസായ സംരംഭം. വാട്സപ്പിൽ ഓർഡർ ചെയ്യൂ 9188685700.